ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി താറാമുട്ട വെച്ചിട്ടൊരു കിഡിലെ വെറൈറ്റി രുചിയിൽ ഒരു കറിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. ഞാനിവിടെ 4 താറാവിൻ്റെ മുട്ട അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് പുഴുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കുറച്ച് ഉപ്പിട്ട് വേവിച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം നമുക്ക് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഓൾറെഡി നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനാൽ നമ്മുടെ കടുക് പെട്ടെന്ന് പൊട്ടിക്കിട്ടും. അപ്പോൾ നമുക്കിതിലേക്ക് 2 പട്ടയും 3 ഏലക്കായും 4 ഗ്രാമ്പുവും കുറച്ച് പെരുംജീരകവും, കുറച്ചെന്ന് പറഞ്ഞാൽ 1/4 ടീസ്പൂൺ പെരുംജീരകം. ഞാനിവിടെ പെരുംജീരകം ചതച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചതക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല, പൊടിയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പെരുംജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് 3 മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് 3 സവാള ഇതുപോലെ ചോപ്പറിലിട്ട് നമുക്ക് വളരെ കനം കുറച്ച് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. നീളത്തിൽ ഇത് അരിഞ്ഞെടുക്കരുത്, വളരെ കനം കുറച്ച് പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചിയും 1/4 ടീസ്പൂൺ വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 പച്ചമുളകാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ചതച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചോപ്പറിൽ വലിച്ചെടുത്ത പച്ചമുളകാണിത്. അത് നമുക്കിതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വരുന്ന സമയത്ത് ഒരു വലിയ തക്കാളിയാണ് ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തതാണിത്. അതും കൂടി നമുക്കിതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി വളരെ കനം കുറച്ച് ചോപ്പറിലിട്ടൊന്ന് വലിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇനി നിങ്ങൾ കട്ട് ചെയ്തിട്ട് നീളനെ എങ്ങാനുമാണ് അരിഞ്ഞെടുക്കുന്നതെങ്കിൽ ഇതുപോലെ 5 മിനിറ്റ് നേരം ഒന്ന് നമുക്ക് അടച്ച് വെക്കാം. മൂടി തുറന്നിട്ട് ശേഷം തക്കാളി ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചോപ്പറിൽ ഇട്ടതിനാൽ തന്നെ തക്കാളിയെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. പച്ചമുളകും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം തന്നെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പൊടികളാണ്. അപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാടൻ കറിവേപ്പിലയാണ് കേട്ടോ. നിങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിയ കറിവേപ്പിലയാണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. നാടൻ കറിവേപ്പില ആവുമ്പോൾ ചെറിയ ഇലകളായിരിക്കും. അപ്പോൾ നമുക്ക് അരിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കുരുമുളക് ചതച്ചതാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിയാണ്. പച്ച മല്ലി ചതച്ചെടുത്തതാണ് കേട്ടോ. ഇത് വളരെ രുചികരമാണ്. ഇങ്ങനെ പച്ച മല്ലിയും കുരുമുളകുമെല്ലാം ചതച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഒരു ലെവൽ തന്നെയാണ്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇപ്പോൾ ഈ നമ്മൾ ചതച്ച് ചേർത്ത ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വേണം കേട്ടോ മിക്സാക്കി കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം കേട്ടോ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടിയെടുക്കാൻ. ഇനി ഞാനിതിലേക്ക് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തിളച്ച വെള്ളം 1/4 കപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് കുറവായിട്ടാണ് തോന്നുന്നതെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടാണ് ഗ്രേവി ഇരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ചേർത്തൊന്ന് ലൂസാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നമ്മുടെ താറാമുട്ട ഇതുപോലെ കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഒന്നങ്ങനെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതിൻ്റെ മുകളിലൂടെ വരയിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതുപോലെ നടുമുറിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്.
ഇങ്ങനെ പരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഗ്രേവി എല്ലാം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു തവി വെച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ ഗ്രേവി എല്ലാം മുട്ടയുടെ ഉണ്ണിയുടെ മുകളിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിത് അടച്ച് വെക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ തിള വന്ന് തുടങ്ങും. അപ്പോൾ നമുക്ക് അരമുറി തേങ്ങ ചിരവി അതിൻ്റെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഉണ്ടാക്കുമ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുക്കാൻ. തേങ്ങ മിക്സിയിലിടുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. നമ്മളിവിടെ 1-ാം പാലും 2-ാം പാലൊന്നും ചേർക്കുന്നില്ല. ഇതാ ഈ ഒരു പാൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് പതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഒന്ന് തവി കൊണ്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് നമുക്കിത് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. താറാമുട്ടക്കറി ഇങ്ങനെ പതഞ്ഞ് തുടങ്ങുമ്പോൾ ഇതിൻ്റെ മീതേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് മൃദുവായി ഇതുപോലെ ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നാൽ നമുക്കിത് അടച്ചു വെക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ താറാമുട്ടക്കറിയാണ്. നമ്മുടെ ഗ്രേവി വെള്ളം ഒഴിക്കുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത് കേട്ടോ. അതുവരെ ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ താറാമുട്ടക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. പൊറോട്ടക്കൊപ്പവും ചപ്പാത്തിക്കൊപ്പവും വെള്ളപ്പത്തിനൊപ്പമൊക്കെ കഴിക്കാൻ കിടിലൻ രുചിയുള്ള ഒരു കറിയാണിത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോവുമായി വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.